ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നന്ദൂസ് മീഡിയ. അപ്പോൾ ഇപ്പം നമ്മൾ വന്നിട്ടുള്ള എന്തിനാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ നമ്മളുടെ കമ്പ്യൂട്ടറിൽ ന്യൂസ് വെച്ചു. ആ ന്യൂസിൽ എന്തായാലും പറഞ്ഞേ ഒരു ന്യൂ ഹൗസ്. അപ്പോൾ ഒരു പറഞ്ഞത് പൈസക്കാർക്ക് പോലും വാങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞൊരു ഹൗസാണ്. അപ്പോൾ അമ്മക്ക് എന്ത് പൈസ, നമ്മൾക്ക് പൈസ എന്നൊരു വിഷയമല്ല. പക്ഷേ ഞാൻ ഒരു വിളിച്ച് നോക്കിയിട്ട് എന്നിട്ട് ഞാൻ പറയാം എന്ന് അന്ന് ഞാൻ വിളിച്ച് നോക്കട്ടെ കേട്ടോ. ഇതിലെന്ന് പറഞ്ഞാൽ രാഹുലാണ് വിളിച്ചത്. ഓക്കെ, അപ്പോൾ വിളിച്ച് നോക്കാം. ഹലോ രാഹുൽ, എന്താ നിങ്ങളാണോ നേരത്തെ വീട് വാങ്ങാൻ വിളിച്ച ആൾ? അതന്നെ. അല്ല, നിങ്ങളെന്താ പൈസക്കാർക്ക് പോലും വാങ്ങാൻ പറ്റാത്ത വീടെന്ന് പറഞ്ഞത്? അയ്യോ, അതെന്ന് വെച്ചാൽ ഞാൻ അത് പൈസ കൊടുത്തിട്ടല്ല വാങ്ങണ്ടേ. പൈസ കൊടുത്തിട്ട് വാങ്ങാൻ പറ്റൂല. എങ്ങനെ വാങ്ങണ്ടേന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ടാസ്ക് ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ വീട് കിട്ടുള്ളൂ. നിങ്ങൾ ടാസ്ക് ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വീട് കിട്ടുള്ളൂ. ഒരു ലൊക്കേഷൻ അയക്കുക, അങ്ങോട്ട് നിങ്ങൾ പെട്ടെന്ന് വാ. ഓക്കെ അപ്പോൾ വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്താ പറഞ്ഞത് വെച്ചാൽ ചാലഞ്ചാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഒരു ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടോ. ലൊക്കേഷൻ ഏതാണാവും? എനിക്ക് തോന്നുന്നത് എന്തൊക്കെ ഗൈസ്. ഓക്കെ, ചോര ഓക്കെ, അതൊന്നുമല്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം. നമ്മളെ ലംബോർഗിനി എടുക്കാം, അത് കുറച്ച് ബെറ്റർ. ഒരു 333. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളുടെ കാറൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് അവർ പറഞ്ഞ ലൊക്കേഷനിലോട്ട് പോകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ നോക്കിയപ്പോൾ അതൊരു ബീച്ചിൻ്റെ അടുത്താണ് കേട്ടോ. ഒരു ബീച്ചിൻ്റെ അടുത്താണ്. അപ്പോൾ നമുക്ക് ബീച്ചിൻ്റെ അടുത്തേക്കാണ് പോകേണ്ടത്. ബീച്ചിൻ്റെ അടുത്തായിട്ടുണ്ട് എന്നാണ് ലൊക്കേഷനിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ലൊക്കേഷനിലേക്ക് പോയേക്കാം. നമ്മളുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് കട്ട് എടുത്താണ് പോകുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ദൂരം ഉണ്ടാവും, കുറേ ദൂരം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഷോർട്ട് കട്ട് എടുത്ത് പോണത്. നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ പോവാം. അതന്നെ. അപ്പോൾ ഗൈസ്, നമ്മൾ എന്തായാലും സാധനം കണ്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സാധനം. നമുക്ക് 2 ചാൻസ് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരു വട്ടം വീണിട്ട് ഒരു വട്ടം കൂടി ചെയ്യാനേ പറ്റുള്ളൂ. ആ 2 ചാൻസും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വീട് കിട്ടില്ല. ആ വീട് കിട്ടുമല്ലോ എന്നൊന്നും എനിക്കറിയില്ല. നമുക്കപ്പോൾ എന്തായാലും ഒന്ന് നോക്കി വെക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഇത് എടുക്കാം. അത് കുറേ ചാലഞ്ചുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. നമുക്ക് അത് അവിടെ ഉള്ള എടുക്കാം. ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഗൈസ്, ഇതാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന സാധനം. അപ്പോൾ ഗൈസ്, നമ്മളുടെ ചാലഞ്ച് എന്തായാലും തുടങ്ങാം. പക്ഷേ ഈ കാർ വെച്ചിട്ട് എന്തായാലും നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. എന്നാൽ നമ്മളൊരു ബൈക്ക് എടുക്കുകയാണ്. ബൈക്ക് വെച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരു ബൈക്ക് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ നിഞ്ച H2R എടുത്തിട്ടുണ്ട്. നമുക്ക് കയറ്റാണ് കയറ്റുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആ കയറ്റാം. നമുക്ക് അവിടെ കുറേ ആൾക്കാർ ഇവിടെയൊക്കെ നിൽക്കുന്നു. ചേട്ടാ, ഞാൻ കയറ്റട്ടെ? കയറ്റിക്കോ. ഗൈസ്, നമുക്ക് എന്തായാലും അപ്പോൾ കയറ്റാം. ഇവരാണ് അതിൻ്റെ ഓണർ കേട്ടോ. ഓക്കെ, അത് ചാലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ഗൈസ്. അയ്യോ, ഫസ്റ്റ് ട്രൈ നമ്മൾ പോയിട്ടുണ്ട്. ഫസ്റ്റ് ട്രൈ നമ്മുടെ പെട്ടെന്ന് പോയി. ഓക്കെ, ഇനി നമുക്ക് 2 ട്രൈയും കൂടി മാത്രമാണ് ഉള്ളത്. ഇനി 2 ട്രൈ മാത്രം. ഇത് നമുക്ക് എന്തായാലും റെഡിയാക്കണം. ഇത് റെഡിയാക്കിയില്ലെങ്കിൽ നമ്മൾ പോയി കാര്യം. നമ്മളെന്തായാലും ചാടിപ്പിച്ചിട്ടുണ്ട്. യെസ് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും റെഡിയാക്കിയിട്ടുണ്ട്. സീനൊന്നുമില്ല വലിയ. ഓക്കെ ഗൈസ്, കുറച്ച് പണിയുണ്ട് കയറാൻ. അയ്യോ
അജോ ഗായ്സ് ലാസ്റ്റ് ട്രൈ പോയി. ഓക്കെ സാരല്ല, നമുക്ക് 1 ട്രൈയും കൂടി ഉണ്ട്. നമുക്ക് അപ്പം നമ്മൾ എത്തിയ സ്ഥലത്തും കൂടി എത്തിയിട്ട് കാണട്ടോ. അപ്പം ഗൈസ് അവരെന്താണ് പറഞ്ഞത് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വണ്ടി എടുക്കാമെന്നാണ്. ഇപ്പം ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്ററിന് പറ്റിയല്ലോ. അപ്പം ഇനി നമ്മൾ ഹെലികോപ്റ്ററിൽ പോകും. അവർ നമ്മളോട് പറഞ്ഞത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അവർ നമ്മളോട് പറഞ്ഞു ഇഷ്ടമുള്ള വണ്ടി ഒരു പ്രശ്നമില്ല. പക്ഷെ അതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ആ വീട് നമുക്ക് എങ്ങാനും ഈ ചാലഞ്ചിൽ ജയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളുടെ പേര് ആ കമ്പനീൻ്റെ പേരിലേക്ക് എഴുതി കൊടുക്കണം. അതാണ് കുറച്ച് പ്രശ്നം എന്ന് പറയുന്നത്. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. വീട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ അതാണ് പ്രശ്നമുള്ളത്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് ജയിക്കണം, ജയിച്ചില്ലെങ്കിൽ പണിയാകും. ഗൈസ് വണ്ടി കൊണ്ടില്ലല്ലോ. ഓക്കെ തിരിക്കട്ടെ ഇതിലാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും കള്ളപ്പരിപാടിയൊക്കെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ടാസ്ക് ഇല്ലാത്ത സ്ഥലം മാത്രം ഒന്ന് പോകണം. ഓക്കെ അപ്പോൾ ഗൈസ് അവർ പാവല്ലേ ഗൈസ്, അവർക്കൊരു വീട് കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ, വീട് പോകണമെന്ന്. അതുകൊണ്ട് ഇതാ നമ്മളുടെ അവസാനത്തെ സ്ഥലത്ത് നമ്മൾ എത്തിയേക്കാണ്. അപ്പം നമുക്ക് എന്തായാലും ജയിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും ഇനി താഴ്ത്തിക്ക് പോവാം. സെറ്റായില്ലേ ഗൈസ്? പറക്കില്ല. ഇത് വണ്ടി വർക്കണില്ല ഗൈസ്. ഷോസ് ഓക്കെ. ഈ വീട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരില്ല, അടുത്ത വീഡിയോയിലെടുത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി നെക്കി പൊട്ടിക്കുക ഗൈസ്. പ്ലീസ് ഗൈസ്, നമ്മുടെ ഒരു ഇത്തിരി പോലും സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. ഇത്തിരി ഒന്ന് കൂട്ടിത്തരാം പ്ലീസ്. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ.